ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥലം പള്ളി. അതേ പ്രകാരം തന്നെ നോമ്പുകാരാവുക. നോമ്പുകാരന്റെ ദുആക്ക് ഉത്തരമുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ മുത്തനബി പറഞ്ഞതാണ്. നോമ്പുകാരന്റെ ദുആക്ക് ഉത്തരമുണ്ട്. അതുകൊണ്ട് ആരും ആരെയും നിസ്സാരമാക്കണ്ട. ആരുടെ ദുആക്ക് ഉത്തരം പറയും? നോമ്പുകാരന്റെ ദുആക്ക് ഉത്തരമുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ. ഈ ഭൂമിയിലെ ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥലം പള്ളികളാണെന്ന് മുഹമ്മദ് മുസ്തഫ. മാസങ്ങളിൽ ശ്രേഷ്ഠമായ മാസം റമദാനാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഈ മൂന്നും ഒത്തിണങ്ങിയ ഈ പരിശുദ്ധമായ പള്ളിയിൽ നവൈതുൽ ഇഅ്തികാഫ ഫീ ഹാദൽ മസ്ജിദി ലില്ലാഹി തആല. ഇഅ്തികാഫിന്റെ നിയ്യത്ത് ഇരിക്കാത്ത ഈ കഴുതാത്ത ആളുകൾ ഒന്ന് കരുതിക്കൊള്ളു. കാരണം ഇഅ്തികാഫ് ഒരിക്കൽ സുന്നത്താണ്. റമദാനിൽ ഒരു സുന്നത്ത് ചെയ്താൽ ഫർദിന്റെ കൂലി. എന്നാൽ ഒരു പുതിയ അറിവ് നിങ്ങൾക്ക് ഞാൻ തരാം. ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പലരും അത് കേൾക്കാറില്ല. അതുകൊണ്ടാണ് ഞാൻ പുതിയെന്ന് പറഞ്ഞത്. ഒരാൾ എത്ര സമയമാണോ ഇഅ്തികാഫിരിക്കാൻ കരുതുന്നത്, ഇപ്പൊ എന്റെ പ്രസംഗം കേൾക്കാൻ 5 മിനിറ്റാണ് ഒരാൾ ഇരിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ വേറെ ഒരാൾ 10 മിനിറ്റ്, അല്ലെങ്കിൽ ഒരു കാമണിക്കൂർ ഇഅ്തികാഫിരിക്കുകയാണെങ്കിൽ ഒന്ന് വായ കൊണ്ട് പറയുക, ഒരു 15 മിനിറ്റ് ഇഅ്തികാഫിരിക്കാൻ ഞാൻ നേർച്ചയാക്കി പറയാം. എന്നിട്ട് വീണ്ടും നിയത്ത് വെക്കുക, ആ നേർച്ചയെ ഞാൻ വീട്ടുന്നു. നവൈതുൽ ഇഅ്തികാഫ ഫീ ഹാദൽ മസ്ജിദി ലില്ലാഹി തആല. അപ്പോൾ ഒരു ഇഅ്തികാഫിന് ഒരു ഫർദിന് 70 ഫർദ് ചെയ്തു. കാരണം നേർച്ചയാക്കിയ ഫർദായി. നേർച്ചയാക്കി കഴിഞ്ഞാൽ ഫർദായി. ഒരു ഫർദ് റമദാനിൽ ചെയ്താൽ 70 ഫർദിന്റെ കൂലിയാണ്. അതുകൊണ്ട് ഒരു അല്പനേരം ഇഅ്തികാഫിരിക്കാൻ ഞാൻ നേർച്ചയാക്കി എന്ന് വായ കൊണ്ട് പറഞ്ഞ് ആ നേർച്ചയെ നാം വീട്ടുകയാണെങ്കിൽ 70 ഫർദ് ചെയ്ത കൂലി ഈ സമയത്ത് നമുക്ക് കിട്ടും. അതൊക്കെയുള്ളൂ നമ്മുടെ പ്രഭാഷണത്തിൽ. വാദം കാര്യങ്ങളല്ല. ഇപ്പൊ എന്നേക്കാളും കൂടുതൽ നിങ്ങളെ മൊബൈലുണ്ട്. ഒരു വാദത്തിന്റെ ഒരു കുറവുമില്ല. അതുകൊണ്ട് ഇങ്ങനെ എന്തെങ്കിലും ചെയ്ത് കിട്ടി നാളെ ആഖിറത്തിലേക്ക് എന്തെങ്കിലും ആമല് കിട്ടിയാൽ രക്ഷപ്പെട്ടു. അള്ളാഹു രക്ഷപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. ബഹുമാനികളെ, നാം വീണ്ടും സംഗമിക്കുകയാണ്. അതങ്ങനെ പറഞ്ഞ് വീണ്ടും സംഗമിക്കുന്നു നമുക്കൊക്കെ പ്രസംഗിച്ചിട്ടുണ്ടോ? ഇല്ല. എന്നാൽ നമ്മൾ വീണ്ടും സംഗമിക്കുന്നു. നമ്മുടെ ഒരു സംഗമം കഴിഞ്ഞു പോയിട്ടുണ്ട്. എവിടെയാണ് ആ സംഗമം എന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? എവിടെയാണ് നമ്മൾ സംഗമിച്ച് നമ്മൾ കണ്ടുമുട്ടിയത്? നമ്മൾ കണ്ടുമുട്ടിയിട്ടുണ്ട്. നമ്മുടെ ആത്മാക്കൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. എവിടെയാണെന്നറിയുമോ? ആലമുൽ അർവാഹ്, ആത്മാക്കളുടെ ലോകത്ത് വെച്ചിട്ട്. ആത്മാക്കളുടെ ലോകത്ത് വെച്ച് ഹൃദയം ഇണങ്ങിയവരാരാണോ അവരെ ഭൂമിയിൽ കണ്ടുമുട്ടുമെന്ന് മുഹമ്മദ് മുസ്തഫ. ചിലപ്പോ ദുനിയാവുന്ന ആലമുൽ അർവാഹിലായിരിക്കും. ആലമുൽ അർവാഹില് ആദം നബി അലൈഹിസ്സലാമിന്റെ മുതുകിനെ അള്ളാഹു തടവി. ആലമുൽ അർവാഹിൽ വെച്ച് ആത്മാക്കൾ ഒരുമിച്ച് കൂടി. ആദം നബി അലൈഹിസ്സലാമിന്റെ മുതുകിനെ തടവിയിട്ട് ആ റൂഹുകളെല്ലാം പുറത്തു വന്ന സംഭവം മറ്റൊന്നുണ്ട്. ആലമുൽ അർവാഹിൽ ഉറുമ്പുകളെ പോലെ നമ്മളിങ്ങനെ ഒരുമിച്ച് കൂടി. നമ്മൾ കാണാറുള്ള ഒരുപാട് ഉറുമ്പുകൾ സംഗമിക്കുമ്പോൾ അതിൽ ചില ഉറുമ്പ് മറ്റേ ഉറുമ്പിനോട് എന്തോ എന്ന് പറയുന്നത് പോലെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? അല്ലെ? കണ്ടിട്ടുണ്ടല്ലേ? ആ ഉറുമ്പ് മറ്റേ ഉറുമ്പിനോട് എന്തോ ഒരു കാര്യം, ആ ഉറുമ്പ് മറ്റേ ഉറുമ്പിനോട് എന്തോ ഒരു കാര്യം. അതുപോലെ റൂഹുകൾ അന്ന് കയ്യില്ല കാലില്ല ഒന്നുമില്ല. ആലമുൽ അർവാഹിൽ റൂഹുകളായി ജീവിക്കുമ്പോൾ ആ പരസ്പരം ആലത്ത് കണ്ടുമുട്ടിയോ? നമ്മെ സംബന്ധിച്ചിടത്തോളം ആലമുൽ അർവാഹിൽ നിന്ന് വന്നവരാണ് നമ്മൾ. ഇനി ആലമുൽ അർവാഹിലേക്ക് തന്നെ ആത്മാക്കൾ ഒരുമിച്ച് കൂടുന്ന ഒരു ലോകമുണ്ട്. മുഅ്മിനീങ്ങളുടെ ആത്മാക്കൾ ഒരുമിച്ച് കൂടുന്ന ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തേക്ക് പോകേണ്ടവരുമാണ്. ആലമുൽ അർവാഹിൽ നിന്ന് വന്നു. ഇനി റൂഹുകൾ സംഗമിക്കുന്ന സ്ഥലത്തേക്കായി ദുനിയാവെന്ന് പോകേണ്ടത്. ഖബറിലേക്ക് പോയാലും അർവാഹുകൾ വേറൊരു സ്ഥലത്തുണ്ടാവും. ഖബറുമായി ബന്ധവും ഉണ്ടാകും. പിന്നീട് ആലമുൽ അർവാഹ്, ആലമുൽ അജ്സാദ്, ആലമുൽ ബർസഖ്, ആലമുൽ ആഖിറ. ആത്മാക്കളുടെ ലോകം, ഈ ദുനിയാവിലെ ലോകം, ഖബറിലെ ലോകം, പരലോകം. ഇങ്ങനെ 4 ഘട്ടമാണ് നമുക്കുള്ളത്. ഈ ആത്മാക്കളുടെ ലോകത്ത് ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. ഈ മരണശേഷമുള്ള ആത്മാക്കൾ ഒരുമിച്ച് കൂടിയപ്പോഴും പല സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. ആദം നബി അലൈഹിസ്സലാമിന്റെ
ലോകാവസാനം വരെ വരാൻ പോകുന്ന ആത്മാക്കളത പുറപ്പെട്ടു വരികയാണ്. പുറത്തേക്ക് വന്നു. ആദം നബി അലൈഹിസ്സലാം ആ ആത്മാക്കളിലേക്ക് ഇങ്ങനെ നോക്കിയ കൂട്ടത്തിൽ ഓരോ ആത്മാവിന്റെയും രണ്ട് കണ്ണുകൾക്കിടയിൽ അഥവാ ഒരു നെറ്റിത്തടത്തിന്റെ ആ ഒരു ഭാഗം, ആ ഏരിയയിൽ വല്ലാത്തൊരു പ്രകാശമാണ് എല്ലാവർക്കും ഉണ്ടായി. അല്ലാഹുവേ, ഇതാരാണ്? ഇതൊക്കെ നിങ്ങളുടെ മക്കളാ, ഖിയാമത്ത് നാൾ വരെ വരാൻ പോകുന്ന മക്കളാണെന്ന് പറഞ്ഞു. അപ്പൊ കൂട്ടത്തിൽ നല്ല ഒരു തിളക്കമുള്ള മോൻ, വല്ലാത്ത ചന്തം, വല്ലാത്തൊരു ഇഷ്ടം, വല്ലാത്തൊരു പ്രകാശം. ആദം നബി അലൈഹിസ്സലാം ചോദിച്ചു, യാ റബ്ബ്, എന്റെ റബ്ബേ, ഇതാരാണ്? മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ല. മുഹമ്മദ് നബി ആദം നബിയെ പടക്കുമ്പോൾ തന്നെ കണ്ടിട്ടുണ്ട്. സ്വർഗത്തിൽ കണ്ണുവെച്ചപ്പോൾ സ്വർഗത്തിൽ കടന്നപ്പോൾ അവിടെ കണ്ടതെന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി അല്ലേ? അപ്പൊ മുഹമ്മദ് നബി അതേ നമ്മളെ വാപ്പ ആദം നബി അലൈഹിസ്സലാം വന്നിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ ആത്മാക്കളുടെ കൂട്ടത്തിലുള്ള ആ പരിശുദ്ധമായ ആ തിളക്കമുള്ള ആത്മാവ് ദാവൂദ് നബി അലൈഹിസ്സലാം. എന്തൊരു തിളക്കമാണ് റബ്ബേ! ഈ കുട്ടിക്ക് നീ എത്രയാണ് റബ്ബേ ആയുസ് നൽകിയത്? അല്ലാഹു പറഞ്ഞു 60 വയസ്സാണ്. എന്തൊരു ചേരുന്ന കുട്ടി! ഈ കുട്ടിക്ക് ഒരു 100 വയസ്സെങ്കിലും നീ കൊടുക്കണം പക്ഷേ. അതുകൊണ്ട് എനിക്ക് കണക്കാക്കപ്പെട്ട ആയുസ്സിൽ നിന്ന് ഒരു 40 വയസ്സ് ഈ കുട്ടിക്ക് ഞാൻ ആദ്യ ചെയ്ത് ഞാൻ കൊടുത്തു റബ്ബേ. ആണോ എന്ന് ചോദിച്ചു. അതെ, എന്നാ ഓക്കെ, ശരി. അതിൻ്റെ ബാലൻസിനൊക്കെ 1000 വയസ്സാണ്, 1000 വർഷക്കാരൻ. അങ്ങനെ അതാ പിൽക്കാലത്ത് ആദം നബി അലൈഹിസ്സലാം തന്റെ വഫാത്തിന്റെ സമയമായി. പക്ഷേ നേരത്തെ നിശ്ചയിക്കപ്പെട്ടത് 1000 വർഷമാണ്. 40 വർഷം മുമ്പേ അസ്രായിൽ അലൈഹിസ്സലാം വന്നപ്പോ ആദം നബി അലൈഹിസ്സലാം ചോദിച്ചു, പടച്ച റബ്ബേ, എന്താ 1000 കൊല്ലമല്ലേ എന്റെ ആയുസ്? 40 വയസ്സ് എവിടെ പോയി? അല്ലാഹു പറഞ്ഞ കൊടുക്കുമ്പോ ഓർക്കണായിരുന്നു. അന്ന് ആ റൂഹ് നിങ്ങൾ ആ ദാവൂദിനോട് 40 വയസ്സ് കൊടുത്ത് ഓർമ്മയില്ലേ? പടച്ചോനെ, ഓർമ്മയില്ല. ആദം നബി അലൈഹിസ്സലാം മറന്നുപോയി. മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വാപ്പക്ക് മറവി സംഭവിച്ചു, വാപ്പയുടെ സ്വഭാവം മക്കൾക്കും വന്നു എന്ന് മുഹമ്മദ് മുസ്തഫ. കാരണം ചില കാര്യങ്ങളൊക്കെ എനിക്കറിയില്ല, ഞാൻ ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുന്നത് വാപ്പാന്റെ സ്വഭാവമാണെന്ന് മുഹമ്മദ് മുസ്തഫ. അത് ആദം നബി അലൈഹിസ്സലാമിന് സംഭവിച്ചിട്ടുണ്ട്. ഏതായാലും ആത്മാക്കളുടെ ലോകത്ത് കുറെ സംഭവങ്ങൾ നടന്നു. ഇനി ആദം നബി അലൈഹിസ്സലാമിന്റെ വഫാത്തിന് ശേഷം ആത്മാക്കളുടെ ലോകത്ത് വലിയ ചർച്ച നടന്നിട്ടുണ്ട്. ആദം നബി അലൈഹിസ്സലാമിന്റെ റൂഹ്, മൂസാ നബി അലൈഹിസ്സലാം, അങ്ങനെ തുടങ്ങി അമ്പിയാക്കളൊക്കെ ഒരുമിച്ച് കൂടുന്ന സ്ഥലം. അവിടെ വെച്ച് 2 പ്രവാചകന്മാർ തർക്കിച്ചു എന്ന് മുഹമ്മദ് മുസ്തഫ. ആരെല്ലാം? ആദം നബി അലൈഹിസ്സലാമും മൂസാ നബി അലൈഹിസ്സലാം. രണ്ടാളും പൊരിഞ്ഞ തർക്കം. എന്താ തർക്കം? തർക്കം എന്നുള്ളത് വല്ലാത്തൊരു അപകടമാണല്ലോ. എവിടെയാണോ തർക്കമുള്ളത് അവിടെ റഹ്മത്ത് ഉയർത്തപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ. ശരിക്കും പറഞ്ഞാൽ ഈ ലൈലത്തുൽ ഖദ്റിന്റെ രാവ് ഇന്ന നാളാണ്, ഇന്ന രാവാണെന്ന് അറിയിക്കാൻ വേണ്ടി റസൂലുള്ളാഹി തങ്ങൾ പള്ളിയിലേക്ക് വന്നതാ. ഇന്ന രാത്രിയാണെന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി. അപ്പൊ അവിടെ 2 കൂട്ടർ തർക്കിക്കുകയായിരുന്നു പള്ളിയിലെടുത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ ഈ തർക്കം കാരണത്താൽ ഈ മഹത്തായ ഒരു നിഅമത്ത് അല്ലാഹു ഉയർത്തിക്കളഞ്ഞത് എനിക്ക് മറപ്പിക്കപ്പെട്ടു. ഞാൻ പറയാൻ വന്നതാ, പക്ഷെ തർക്കം കാരണം മറപ്പിക്കപ്പെട്ടു. ഇത് ആത്മാക്കളുടെ ലോകത്താ. എന്താ തർക്കം അറിയോ? രണ്ടുപേരുടെ തർക്കം എന്താണെന്നറിയുമോ? മൂസാ നബി അലൈഹിസ്സലാം ആദം നബി അലൈഹിസ്സലാമിനെ കണ്ടുപിടിക്കുകയാണ്, വാപ്പാനെ കണ്ടുപിടിക്കുകയാണ്. എന്നിട്ട് വാപ്പയോട് ചോദിക്കുന്നു, ഫഖാല മൂസാ യാ ആദം അൻത അബൂനാ, നിങ്ങളല്ലേ ഞങ്ങളെല്ലാവരുടെയും പിതാവും, ഞങ്ങളുടെ എല്ലാവരുടെയും വാപ്പയല്ലേ? അതേ പ്രകാരം തന്നെ അല്ലാഹു തആല നിങ്ങളെ സ്പെഷ്യലായി അവന്റെ കൈകളെ കൊണ്ട് പ്രത്യേകമായ രീതിയിൽ സൃഷ്ടിച്ചതല്ലേ? മനുഷ്യരില്ലാത്ത സമയത്ത് ആദ്യമായി നിങ്ങളെയല്ലേ അല്ലാഹു പടച്ചത്? അതേ മോനെ, ഞാൻ ആദമാണ്,
എന്നെയാണ് അള്ളാഹു ആദ്യമായി പഠിച്ചത്. നിങ്ങളെ അള്ളാഹു ആദ്യമായി സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചില്ലയോ വാപ്പ? അതെ. നിങ്ങൾക്ക് അള്ളാഹു തആല ഒരുപാട് നിഅമത്ത് ചെയ്തു തന്നില്ലേ? അതേ മോനെ. എന്താ മൂസ, ഇത്രയും വലിയ അനുഗ്രഹം അള്ളാഹു ചെയ്തു തന്ന സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചിട്ട് പിന്നെ നിങ്ങൾ ഈ പണിയെടുക്കാൻ പാടുള്ളത് എന്താ? ഈ മനുഷ്യന്മാരെ മുഴുവനും ഈ ദുനിയാവിലേക്ക് പറഞ്ഞേക്കാനും സ്വർഗത്തിൽ നിന്ന് പുറത്തു വരാൻ കാരണം നിങ്ങൾ ആ തിന്ന പാടല്ലേ? നിങ്ങളത് തിന്നാൻ പാടില്ല, നിങ്ങളത് ചെയ്യാൻ പാടുണ്ടോ? നമ്മളൊക്കെ പറയല്ലോ, അതിന്റെ പേര് തെറ്റ് ചെയ്തു എന്നിട്ട് സ്വർഗത്തിന് പുറത്തു വന്നു. അറിയാതെ ആരും അങ്ങനെ പറഞ്ഞു പാടില്ല. അതിന്റെ പേര് ഇസ്ലാമിക്ക് മറന്നതാണെന്ന് വിശുദ്ധ ഖുർആൻ. അല്ലെ, അറിയാതെ നമ്മളത് പറയല്ലേ? അതിന്റെ വിലക്കപ്പെട്ട ആ പഴം തിന്നു, അത് കാരണത്താൽ ആ ഒരു തെറ്റ് ചെയ്തത് കാരണത്താൽ സ്വർഗത്തിൽ നിന്ന് പുറത്തു വന്നു. സത്യത്തിൽ അല്ലാഹു തആല മറ്റൊരിടത്ത് സൂറത്തിൽ പറഞ്ഞു, ഫനസിയ വലം നജിദ് ലഹു അസ്മാ. ആദം മറന്നുപോയി, മറന്നിട്ട് തിന്നതാണ്. മറന്നു തിന്നാലും സ്വർഗത്തിൽ നിന്ന് പുറത്തു വരാനുള്ള കാരണമുണ്ടായി. എന്താണ്? ആ പഴം തിന്നാൽ വയറിളക്കമുണ്ടാകും. വയറിളക്കമുണ്ടായാൽ സ്വർഗത്തിൽ വയറിളക്കത്തിനുള്ള സ്ഥലമല്ല. സ്വർഗത്തിൽ കഴിച്ച ഭക്ഷണമൊക്കെ സ്പ്രേ ആയിട്ട് ഇങ്ങനെ ശരീരത്തിന് അടിച്ച് വീശലാണ്. പക്ഷെ ആ പഴം തിന്നാൽ ടോയ്ലറ്റ് പോണ്ടി വരും. അതങ്ങനെ തന്നെയല്ല. വയറിളക്കത്തിന്റെ ഗുളിക മറന്നു കഴിച്ചാലും ആള് മാത്രം കൂട്ടിയില്ലേ? ഞാൻ മറന്നു കഴിച്ചതുകൊണ്ട് കാര്യമുണ്ട് ഉണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ആദ്യത്തെ ബാലൻസ് മറന്നു കഴിച്ചതാണെങ്കിലും ടോയ്ലറ്റ് പോകാൻ വേണ്ടി ഒരുങ്ങിയപ്പോൾ അള്ളാഹു പറഞ്ഞു, സ്വർഗം അതിന് പറ്റിയ സ്ഥലമല്ല, അതിന് പറ്റിയ ഒരു സ്ഥലമുണ്ട്, ഇന്ത്യ. ഇന്ത്യയിലേക്ക് പറഞ്ഞയച്ചു. ശരിക്കും പറഞ്ഞ ബാത്റൂം പോകാൻ വേണ്ടി പറഞ്ഞയച്ചതാ. പണി കിട്ടിയത് മോടിക്കാം, ബാത്റൂം ഉണ്ടാക്കാൻ തന്നെ പണി അല്ലെ? പണി കിട്ടിയത് മറ്റാക്കാം. അള്ളാഹു ഒന്ന് പറഞ്ഞയച്ച് കുറെ കൊല്ലം കൊടുക്കുമ്പോ അതിനുവേണ്ടി പറഞ്ഞയച്ചതാ. ഇപ്പൊ ഒരാൾക്ക് അത് പണി കിട്ടിയത്. ഏതായാലും ആദം നബി അലൈഹിസ്സലാമിനെ മൂസാ നബി അലൈഹിസ്സലാം എന്ന് ചോദ്യം ചെയ്തപ്പോൾ ഇഹ്തജ്ജ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. തർക്കിച്ചു രണ്ടാളും. വാപ്പ വിട്ടുകൊടുക്കില്ല. വാപ്പ ചോദിച്ചു, അമിത മൂസ, നീയാണല്ലേ മൂസ? അല്ലാഹു തആല കലീമുള്ള എന്ന പേരിൽ നിന്നെ തെരഞ്ഞെടുത്തില്ലേ എന്ന് ചോദിച്ചു. അത് ഞാൻ കലീമുള്ളയാണ്, അള്ളാഹു എന്നെ തെരഞ്ഞെടുത്തു. എന്നാൽ മൂസ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിനക്ക് അല്ലാഹു നൽകിയ കിതാബ് ഏതാണ്? തൗറാത്ത് എന്ന കിതാബാണ്. ആ തൗറാത്ത് എന്ന കിതാബിനെ അല്ലാഹു എന്നാണ് പഠിച്ചത്? ഈ ആദമായി എന്നെ പടക്കുന്നതിന്റെ എത്രയോ 40 വർഷം മുമ്പ് അല്ലാഹു തൗറാത്തിനെ പഠിച്ചില്ലേ മൂസ? ആദമിനെ പടക്കുന്നതിന്റെ എത്രയോ കൊല്ലം മുമ്പ് അല്ലാഹു തൗറാത്ത് എഴുതി വെച്ചു. ആ എഴുതി വെച്ച കൂട്ടത്തിൽ അല്ലാഹു എഴുതിയില്ലേ മൂസ? ആദം വിലക്കപ്പെട്ട ആ കനി തിന്നത് കാരണം സ്വർഗത്തിൽ നിന്ന് പുറത്തു വന്നു എന്ന് എന്നെ പടക്കുന്നതിന് മുമ്പേ എന്റെ തലയിൽ അല്ലാഹു അത് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് തിന്നണ്ടേ മൂസ? എന്നെ പടക്കുന്നതിന് മുമ്പെല്ലാം എഴുതി വെച്ചു. ആദം ആ പഴം തിന്നും എന്നിട്ട് സ്വർഗത്തിന് പുറത്തു വന്നു. അവന് ഞാനത് തിന്നണ്ടേ? ആ തർക്കത്തിൽ ആദം നബി അലൈഹിസ്സലാം വിജയിച്ചു എന്ന് മുഹമ്മദ് മുസ്തഫ എല്ലാം എഴുതി വെച്ചു. എൻ്റെ ഉമ്മാന്റെ വയറ്റിലെ 4ാമത്തെ മാസം എഴുതി വെച്ചു. എന്താണ്? ഈ റമദാനില് ഇന്ന വെള്ളിയാഴ്ച, ആദ്യത്തെ വെള്ളിയാഴ്ച ആ ചെറുക്കള പള്ളി പോയി ഒത്തുപോകണം. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒത്തുപോകാറുണ്ടായിരുന്നു കൊല്ലത്താണ്. ഞാൻ എൻ്റെ മകനെ പറഞ്ഞു. മകനിക്ക് ഞാൻ എഴുതി ഒത്തുപോക്കെ റെഡിയാക്കി കൊടുത്തു. അങ്ങനെ അവൻ പിന്നെ എനിക്ക് 10-12 മണിക്കൂർ യാത്ര ചെയ്യാൻ പറ്റൂല എന്നുള്ള വീട്ടിലായിരുന്നു. അപ്പൊ അള്ളാഹുവിന്റെ തീരുമാനം മകനിക്ക് ആ കൊടുത്ത ഒത്തുപ ഇവിടെ ഓതണം. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യം. അപ്പൊ അള്ളാഹുവിന്റെ തീരുമാനം അങ്ങനെയാണ്. അത് അവിടെ ഓതിയപ്പോൾ ഇവിടെ ഓതണം. അള്ളാഹുവിന്റെ തീരുമാനം ഒരിക്കലും തന്നെ മനസ്സിൽ പോലും ഊഹിച്ചിട്ടില്ല. പ്രസിഡന്റ് വിളിക്കുമ്പോൾ ഞാനറിയില്ല ഇങ്ങനെ ഇവിടെ പിന്നെ ഒത്തുപോകുമ്പോൾ ഒന്നുമില്ല. ഞാൻ വെറുതെ ഒരു മാസം ലീവെങ്കിൽ ലീവ്, അതിനിടയിൽ ഒന്ന് പുറത്തൊക്കെ പോകാനുണ്ടായിരുന്നു. ആ ഒരു പ്ലാനിങ്ങിലായിരുന്നു. ഏതായാലും റബ്ബിന്റെ തീരുമാനം എല്ലാം അല്ലാഹു വിധിച്ചു. നിങ്ങളെ കൂട്ടത്തിൽ തന്നെ 10 വർഷം 20 വർഷം 30 വർഷം 40 50 ഒക്കെ ഗൾഫിൽ പോയി താമസിക്കൂലേ? എന്ത് റബ്ബിന്റെ തീരുമാനം? നിന്റെ വെള്ളം 40 കൊല്ലം ഉയയില്ല. നിന്റെ വെള്ളം 10 കൊല്ലം
അമേരിക്കയിൽ പോകുന്നവര്, ജപ്പാനിൽ പോകുന്നവര്, റബ്ബിന്റെ തീരുമാനമാണ്. നീ ഈ ലോകത്ത് എവിടെയെല്ലാം പോകുമോ, എത്രത്തോളം ഒരാൾ മരിക്കാൻ നേരത്ത് അല്ലാഹു സ്പെഷ്യലായി മലക്കുകളെ പറഞ്ഞേക്കും. സ്പെഷ്യൽ കോൾ എന്താണ്? അവരുടെ പണി എന്താണ്? ഈ മനുഷ്യന്റെ മശ്രിഖ് മുതൽ മഗ്രിബിന്റെ ഇടയിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു മുറുക്ക് വെള്ളം ബാക്കിയുണ്ടോ നോക്കണം. നോക്കി മലക്കുകൾ എല്ലാം കഴിഞ്ഞു, എന്നാ പോവാ തിരിച്ച്. അല്ലാഹു റഹ്മത്തോടെ തിരിച്ചു പോകാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹുവിനെ അറിയാനാണ് ഈ ഭൂമിയിലേക്ക് നാം കടന്നു വന്നത്. ഈ പരിശുദ്ധമായ റമദാനിന്റെ ആകെ തുക അല്ലാഹുവിനെ അറിയലാണ്. നോമ്പ് എനിക്കുള്ളതാണ്, നോമ്പിന് ഞാൻ പ്രതിഫലം കൊടുക്കുമെന്ന് അല്ലാഹു പറയുമ്പോൾ എന്റെ നിസ്കാരം അല്ലാഹുക്കുള്ളതല്ലേ, ഹജ്ജ് അല്ലാഹുക്കുള്ളതല്ലേ, മറ്റേ അമൽ അല്ലാഹുക്കുള്ളതല്ലേ? പക്ഷേ നമ്മുടെ കുട്ടികളെ കൂട്ടത്തിൽ ഒരു കുട്ടീനെ കാണിച്ച് പറയില്ല, നീ എന്റെ കുട്ടിയാടാ, മറ്റുള്ള കുട്ടികളല്ല എന്റെ കുട്ടികളല്ലേ. പക്ഷേ നോമ്പ് എന്റേതാണ്, അതിന് പ്രതിഫലം ഞാൻ തന്നെയാണ് എന്ന് കാണിച്ചു കൊടുക്കല. അല്ലാഹുവിന്റെ ലിഖാണ് നോമ്പുകാരന് അല്ലാഹു കൊടുക്കുന്നതെന്ന് മുഹമ്മദ് മുസ്തഫ. എന്താ അല്ലാഹുവിന്റെ ലിഖാഹ്? അല്ലാഹുവിന്റെ ലിഖാഹ് എന്നാൽ സ്വർഗത്തിൽ ഒരാൾ കടന്നു കഴിഞ്ഞാൽ അവസാനമായി അവനിക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ നിഅമത്താണ് അല്ലാഹുവിന്റെ ലിഖാഹ്. സ്വർഗം ആനന്ദമാണ്, അല്ലാഹു പരമാനന്ദമാണ്. സ്വർഗത്തെക്കാളും വലുതാണ് ആര്? സ്വർഗത്തിലെ ആസ്വാദകരമായ ആ ജീവിതത്തെക്കാളും വലുതാണ് അല്ലാഹുവിനെ കണ്ടുമുട്ടൽ എന്ന് മുഹമ്മദ് മുസ്തഫ. നോമ്പ് അല്ലാഹുവിനെ അറിയാനാണ്. നമ്മുടെ ജീവിതത്തിൽ കാണുന്നതും കേൾക്കുന്നതും എന്തൊക്കെയുണ്ടോ എല്ലാം അല്ലാഹുവിനെ അറിയാനാണ്. ഈ ഭൂമിയിലേക്ക് ആലമുൽ അർവാഹിൽ നിന്ന് നാം കടന്നു വന്നത് അല്ലാഹുവിനെ അറിയാനാണ്. അല്ലാഹു പറഞ്ഞില്ലേ, കുന്തു വഹ്ദി, ഞാൻ ഏകനായിരുന്നു. അന്ന് ആകാശമില്ല, ഭൂമിയില്ല, സൂര്യനില്ല, ചന്ദ്രനില്ല, കടലില്ല, കരയില്ല, നക്ഷത്രങ്ങളില്ല, ഒന്നുമില്ല. ഒന്നുമില്ല എന്ന് പറയുമ്പോ നമ്മുടെ മനസ്സിലോടി വരുന്നത് ഒരു ശൂന്യമായ അന്തരീക്ഷമായിരിക്കും അല്ലെ? അല്ല, ആ അന്തരീക്ഷം പോലുമില്ല. ആ അന്തരീക്ഷം പോലുമില്ലാത്ത അവസ്ഥ ഏതാ എനിക്കതറിയില്ല, അത് നമുക്ക് പറയാൻ കഴിയില്ല. അല്ലാഹു മാത്രമുള്ള ആ സമയം അല്ലാഹു പറയുകയാണ്, ഖലഖതുൽ ഖൽഖ, ഞാൻ ആകാശത്തെ പടച്ചു, ഭൂമിയെ പടച്ചു, സകലമായ സൃഷ്ടികളെയും ഞാൻ പടച്ചത് ലിഉറഫ, എന്നെ അറിയാൻ വേണ്ടിയാണ്. ഞാൻ ഒറ്റക്കാൽ ആരും അറിയില്ലല്ലോ, അതുകൊണ്ട് എന്നെ അറിയാൻ വേണ്ടിയാണ്, എന്നെ അറിയാൻ വേണ്ടിയാണ് ഞാൻ എല്ലാം പടച്ചത്. ആകാശം പടച്ചു, ഈ ഭൂമിയെ പടച്ചു. എന്താ ഈ പടപ്പുകളെല്ലാം പടച്ചിട്ട് അല്ലാഹു പറഞ്ഞത് എന്നറിയുമോ? ഈ ആകാശത്തിന് എന്നെ ഉൾക്കൊള്ളാൻ കഴിയില്ല, ഈ പ്രവിശാലമായ ഭൂമിക്ക് എന്നെ ഉൾക്കൊള്ളാൻ കഴിയില്ല, അർശിനെ ഉൾക്കൊള്ളാൻ കഴിയില്ല, ലൗഹിനെ ഉൾക്കൊള്ളാൻ കഴിയില്ല. എന്നെ ഉൾക്കൊള്ളാൻ ഒരേ ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ. ഏതാണ് സ്ഥലം? അല്ലാഹുവിനെ ഉൾക്കൊള്ളാൻ ഒരേ ഒരു സ്ഥലം. ഈ ആകാശം എന്ന് പറയുമ്പോൾ ഒന്നാം ആകാശത്തിലേക്ക് എത്തിപ്പെടാൻ എത്ര ദൂരമുണ്ട് എന്നൊക്കെ അറിയോ? എത്ര കൊല്ലം